ആരാണിത്? Sorry girls, I'm off the market. ഇപ്പോഴാണ് ശരിക്കുള്ള മുഖം കാണുന്നത്. ഈ കെട്ട് എത്ര മണിക്കാന്നാ പറഞ്ഞത്? ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നേക്കാണ്. കുറച്ച് ദിവസം മുമ്പ് പോയതാണ്, ബട്ട് സ്റ്റിൽ ഫ്രഷ് ആണ്. ഒരു വീക്കാണ് ആയിട്ടുള്ളൂ, അധികം ലേറ്റ് ആയിട്ടില്ല. നമ്മളൊരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോവാണ്. സോ വെഡ്ഡിങ് വ്ളോഗാണ്. ആൻഡ് ഓൾസോ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കാണുന്നുണ്ട്, കോളേജിൽ പഠിച്ച്. സോ ഒരു ഗെറ്റ് ടുഗെദർ കൂടിയാണ്. സോ രാവിലെ തന്നെ നമ്മൾ പോയിരുന്നു, ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങിയായിരുന്നു. എറണാകുളത്ത് നിന്നായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അങ്കമാലിയിൽ നിന്ന് തന്നെ ട്രെയിൻ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിൻ അങ്കമാലിയിൽ നിന്ന് കയറിയപ്പോൾ അതിൻ്റെ കോയിൻസിഡൻ്റ് ആയിട്ട് നമ്മൾ സ്വാതിനെ മീറ്റ് ചെയ്തിരുന്നു. സ്വാതി എൻ്റെ ഒരു ഡാൻസ് ക്ലാസ് മീറ്റാണ്. അങ്ങനെ എറണാകുളം എത്തിയപ്പം സ്വാതിയോട് ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. ആൻഡ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് നോർത്താണ്, എറണാകുളം നോർത്താണ്. ഇവിടെ നിന്നാണ് വന്ദേ ഭാരതിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ പോണത്. ഞാൻ ഇതുവരെ വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്തിട്ടില്ല. സോ അതിൻ്റെ കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ എനിക്കുണ്ട്. ഞാനിപ്പോൾ വന്ന ട്രെയിനാണ് കേട്ടോ ആ കിടക്കുന്നത്. നല്ല കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു, അധികം വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ്സിലൊക്കെ തന്നെ വന്ദേ ഭാരത് എത്തിയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വെജായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇഡ്ഡലി, സാമ്പാർ, വട, പിന്നെ കുക്കി, പിന്നെ ഒരു കോഫി മേക്കിംഗ് കിറ്റും, ഇത്രയാണ് കേട്ടോ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു കേസരി ഉണ്ടായിരുന്നു, അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എറണാകുളം ടു കാലിക്കറ്റ് 3 hours നമ്മൾ എത്തിയിട്ടോ. അവിടെ എത്തിയിട്ട് കുറച്ച് പേരെയും കൂടി മീറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ആതിര വരും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. ഹലോ ഗൈസ് എന്നിട്ട് പിന്നെ ഞങ്ങൾ മറന്നു. ഹായ്, ആരാണിത്? ആക്ച്വലി കല്യാണം നടക്കുന്നത് കാലിക്കട്ടല്ല, അവിടുന്ന് കുറച്ചും കൂടി മാറിയിട്ടുള്ളൊരു പ്ലേസിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ഓൺ ദ വേ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ആൻഡ് കുറേ നാളും കൂടി കാണുന്ന കാരണം കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. റെസ്റ്റോറൻറ്റ് നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് ആയിരുന്നു. അതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ ഫോട്ടോ എടുത്തും ഒക്കെ ആയിട്ട് വരുന്നു. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി ഫുഡൊക്കെ വന്നു, അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ ബുക്കിൽ കാണുന്ന പേരല്ലായിരുന്നു തോന്നുന്നു പുറത്തുനിന്ന് കണ്ടത്. എനിവേസ് ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് തിരിച്ച് നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയി. വണ്ടൂർ വെച്ചിട്ടായിരുന്നു വെഡ്ഡിങ്. ആൻഡ് ഇതായിരുന്നു നമ്മളുടെ സ്റ്റേ. അത്യാവശ്യം നല്ലൊരു സ്റ്റേ ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരെയും കണ്ടു, കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യായിരുന്നു ആതിര അമൃതയും കൂടി. കളിക്കണോ വേണ്ടോന്ന് സ്റ്റിൽ തീരുമാനിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ എന്നാലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. Sorry girls, I'm off the market. പഞ്ച് ഡയലോഗ്. മാങ്കുവിന്റെ ഫാൻസ് കമന്റ് ബിലോ. സോ അരവിന്ദാണ് ഗ്രൂം. അവൻ ഈവനിങ് ഫംഗ്ഷൻ ഓൾറെഡി റെഡിയായി. പിന്നെ ഞങ്ങളും കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി. വെഡിങ് വ്യൂവിൽ അരവിന്ദിന്റെ ഫാമിലി മെമ്പേഴ്സ് ഒരു ഒപ്പന കളിക്കുന്നുണ്ടായിരുന്നു. സോ അതിന്റെ പ്രാക്ടീസും ഫോട്ടോ സെഷനും ഒക്കെ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. കളിക്കാൻ പോവാണ്. ഓ മൈ ഗോഡ്. ഇതായിരുന്നു കേട്ടോ അവർ കളിക്കണ്ടായിരുന്നു ഒപ്പന. അവൻ്റെ ഫാമിലിയിൽ എല്ലാവരും കൂടി കളിച്ചതായിരുന്നു. ആൻഡ് ഇതിൻ്റെ സെൻറ്ററിലിരിക്കുന്ന അവൻ്റെ ഗ്രാൻഡ്മയാണത്. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ, നല്ല പ്രോഗ്രാമായിരുന്നു അത്. പിന്നെ ഫൈനലി ലാസ്റ്റ് മിനിറ്റാണ് ഞങ്ങൾ കളിക്കുന്നത് ഡിസൈഡ് ചെയ്തത്. സോ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്.
പിന്നെ അവിടെ വേറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. വെഡിങ് ഈവൻറ്റ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന പ്ലേസ് ഇതായിരുന്നു കേട്ടോ. ഇവിടേക്ക് ഞങ്ങൾ തിരിച്ചെത്തി. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫ്രഷപ്പ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കാപ്പി ചായ കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ആതിര പ്രോ ഡ്രൈവർ, പ്രോ റൈഡർ ഇവിടെ പോയി. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് മിക്കവാറും നമുക്ക് ലഞ്ചാണ് കഴിക്കാൻ പറ്റും. ഈ കെട്ട് എത്ര മണിക്കാന്ന് പറഞ്ഞത്? നമ്മളത് മിസ് അതിൽ ആർ യു റെഡി ഫോർ ദ കല്യാണം? ടു അറ്റൻഡ് ദ കല്യാണം? ആർ യു റെഡി ടു അറ്റൻഡ് കല്യാണം? കല്യാണ പെണ്ണ് സ്പോട്ടഡ്. Hey girls. ഞങ്ങൾ ആസ് യൂഷ്വൽ ഒരു ഇത്തിരി ലേറ്റ് ആയിപ്പോയി ഇറങ്ങിയപ്പോൾ, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തീർന്നു എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ ഫൈനലി ഞങ്ങളവിടെ എത്തിയപ്പോഴും ഉണ്ടായിരുന്നു. അതിന് ഹാപ്പി ആയോ? എന്തിനാ ഹാപ്പി? ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ഈ പൊങ്കലും കേസരിയും. പൊങ്കലൊക്കെ കുറേ നാളുകൂടി കഴിക്കുന്ന സാധനമായിരുന്നു. അതിനാ മുഖമൊന്നും കാണട്ടെ. ഫൈനലി അരവിന്ദനെ മീറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയി. പിന്നെ അരവിന്ദനെ പിടിച്ചിട്ട് റീലെടുക്കാനുള്ള ശ്രമമൊക്കെ ആയിരുന്നു. വൻ ഫ്ലോപ്പായി പോയെന്ന് പറഞ്ഞാൽ പോരാ, ഇതിലും ഫ്ലോപ്പ് സ്വപ്നങ്ങളിൽ മാത്രം എന്ന പോലെ. ഇന്നലെ കളിച്ച ഡാൻസ് വീണ്ടും വീണ്ടും കണ്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന ആതിര ആൻഡ് അമൃത. ഹായ്, ഹാപ്പി മാരീഡ് ലൈഫ്. ആയിട്ടില്ല? ഓക്കെ, ബൈ ബൈ. ഇതിന് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ വീടിന്റെ കല്യാണം കഴിഞ്ഞ് വി ആർ ഗോയിങ് ഡൗൺ. അതെ അതെ, നമ്മളെപ്പോഴാ കാണാം? നമുക്ക് ഓസ്ട്രേലിയ പോയിട്ട് നിന്ന് മീറ്റ് ചെയ്യാം. നമുക്ക് മെൽബണിൽ വന്നിട്ട് മീറ്റ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. സോ നമ്മുടെ കാലിക്കറ്റ് വ്ലോഗ് ഇവിടെ തീരാണ്. നമ്മൾ ട്രെയിനിനാണ് പോണത്. ട്രെയിൻ 3:30 എന്തോ ആണ്. അപ്പം അരവിന്ദിന്റെ കല്യാണം കഴിഞ്ഞു. അരവിന്ദിനോട് എന്താ പറയാനുള്ള? അതിരാ ഹാപ്പി മാരീഡ് ലൈഫ്. ഭയങ്കര വെൽ സ്പെൻഡ് ചെയ്യായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഇന്നത്തെ വ്ലോഗ് ഫുൾ ടൈം എല്ലാവരും കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്താൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പോലും പറയാറില്ല എന്നൊക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്.